ഗുഡ് മോർണിംഗ് ഓൺട്രപ്രണേഴ്സ്. ബുക്കർമാൻ ബിസിനസ് ന്യൂസിന്റെ സൺഡേ സ്പെഷ്യലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം ഒരു കടുത്ത യാഥാർത്ഥ്യമാണ്. ലോകത്ത് ആരംഭിക്കുന്ന സ്റ്റാർട്ടപ്പുകളിൽ ഏകദേശം 90% കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ തന്നെ അടഞ്ഞുപോകുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും സ്റ്റാർട്ടപ്പുകൾ പരാജയപ്പെടുന്നത്? ഇന്ന് നമുക്ക് അതിന്റെ പ്രധാന കാരണങ്ങൾ പരിശോധിക്കാം. മാർക്കറ്റിൽ ആവശ്യകതയില്ല. ഒരു വലിയ കാരണം മാർക്കറ്റിൽ യഥാർത്ഥ ആവശ്യകതയില്ലാത്ത പ്രോഡക്റ്റ്. പല സ്റ്റാർട്ടപ്പുകളും മികച്ച ഐഡിയയോടെയാണ് തുടങ്ങുന്നത്. പക്ഷേ ആ ഐഡിയ കസ്റ്റമർമാർക്ക് ശരിക്കും വേണ്ടതാണോ എന്ന് പരിശോധിക്കാതെ മുന്നോട്ടു പോകുന്നു. കസ്റ്റമർ ആവശ്യമില്ലെങ്കിൽ ഏതൊരു ബിസിനസ്സും നിലനിൽക്കാൻ സാധിക്കില്ല. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പ്രശ്നങ്ങൾ. രണ്ടാമത്തെ കാരണം പണത്തിന്റെ ശരിയായ നിയന്ത്രണമില്ലായ്മ. സ്റ്റാർട്ടപ്പുകൾക്ക് ആദ്യം ലഭിക്കുന്ന ഫണ്ടുകൾ ചിലപ്പോൾ അനാവശ്യ ചെലവുകളിലേക്ക് പോകുന്നു. റവന്യൂ വരുന്നതിന് മുമ്പേ കമ്പനിയുടെ ചെലവുകൾ ഉയർന്നാൽ ബിസിനസ് നിലനിർത്താൻ ബുദ്ധിമുട്ടാകും. തെറ്റായ ടീം. മൂന്നാമത്തെ കാരണം ശക്തമായ ടീം ഇല്ലായ്മ. ഒരു സ്റ്റാർട്ടപ്പ് വിജയിക്കാൻ ഫൗണ്ടർ മാത്രമല്ല, ശരിയായ ടീമും ആവശ്യമാണ്. ടീമിനുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ മാനേജ്മെന്റ് പ്രശ്നങ്ങൾ ബിസിനസിനെ തകർക്കാം. മാർക്കറ്റിംഗ് പരാജയം. നാലാമത്തെ കാരണം മാർക്കറ്റിംഗ് ശരിയായി ചെയ്യാത്തത്. ഒരു മികച്ച പ്രോഡക്റ്റ് ഉണ്ടെങ്കിലും ആ വിവരം കസ്റ്റമർമാരിലേക്ക് എത്തിച്ചില്ലെങ്കിൽ വിപണി ലഭിക്കില്ല. ഇന്നത്തെ ലോകത്ത് മാർക്കറ്റിംഗ് തന്നെയാണ് വളർച്ചയുടെ എഞ്ചിൻ. വളരെ വേഗത്തിൽ വളരാൻ ശ്രമിക്കുന്നത്. അഞ്ചാമത്തെ കാരണം വളരെ വേഗത്തിൽ സ്കെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നത്. ചില സ്റ്റാർട്ടപ്പുകൾ സ്ഥിരമായ വരുമാനം ലഭിക്കുന്നതിനു മുമ്പ് തന്നെ വലിയ വിപുലീകരണത്തിലേക്ക് പോകുന്നു. ഇത് സാമ്പത്തിക സമ്മർദ്ദം സൃഷ്ടിക്കുകയും ബിസിനസിനെ അപകടത്തിലാക്കുകയും ചെയ്യും. അതുകൊണ്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നത് മാത്രം പോരാ. ശരിയായ മാർക്കറ്റ് മനസ്സിലാക്കുക, പണത്തിന്റെ നിയന്ത്രണം പാലിക്കുക, ശക്തമായ ടീം ഉണ്ടാക്കുക. ഇവയാണ് വിജയത്തിന്റെ പ്രധാന താക്കോലുകൾ. ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ ഇവിടെ അവസാനിക്കുന്നു. ഇത് ബുക്കർമാൻ ബിസിനസ് ന്യൂസ്. ഞാൻ ദേവിക.